നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മമത എന്ന വൻമരം കടപുഴകി വീഴുമ്പോൾ അതിന് പിന്നിൽ വ്യക്തവും കൃത്യവുമായ പ്ലാനുകളുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്. മമത ചെയ്ത തെറ്റ് എന്താണെന്ന് മമതയെ കൊണ്ട് തന്നെ ജനങ്ങളോട് ഏറ്റുപറയിക്കുകയായിരുന്നു അമിത്ഷായും മോദിയും. ഞാനിങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അത് മമത ഏറ്റുപറഞ്ഞത് എന്നല്ലേ? മമത എങ്ങനെയാണ് ഭീകരവാദികളെ ബംഗാളിൽ ഉപയോഗിച്ചത് എന്ന് മമതയെ കൊണ്ട് തന്നെ സ്റ്റേജിൽ വെച്ച് തന്നെ പറയിപ്പിച്ചു എന്നുള്ളതാണ്. മമത ഈ കാര്യം തുടങ്ങുന്നത് ഇന്നും ഇന്നലെയുമല്ല. 2011 മമത അധികാരത്തിൽ വരുന്നതിനും എത്രയോ മുന്നേ, നന്ദിഗ്രാമിലായിരുന്നു മമത ഇതാദ്യം പ്രാക്ടീസ് ചെയ്തത്. ഞാൻ ഈ പറയുമ്പോൾ പലരുടെയും നെറ്റ് ചെയ്യുന്നുണ്ടാകും. കാരണം അതിനു പിന്നിൽ ഇടതുപക്ഷമല്ലേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം. ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു നന്ദിഗ്രാമിലെ അന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമായി. നന്ദിഗ്രാമിലെ ആ പ്രശ്നത്തിനൊക്കെയും കാരണമായി ഇടതുപക്ഷത്തിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ പോലീസിനോട് അവിടെ കൂടിയ ജനങ്ങളെ ആട്ടി ഓടിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞുവെങ്കിലും അതിന് വ്യക്തമായ നേട്ടം ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും പാർട്ടിക്കും ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം നടന്ന കലാപത്തിൽ, ശേഷം നടന്ന പ്രശ്നത്തിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേഡേഴ്സിനും വ്യക്തമായ പങ്കുണ്ടായിരുന്നു. ആ പ്രശ്നം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ മമതയുണ്ടായിരുന്നു. മമത അതിന് വേണ്ടി ഉപയോഗിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരെയാണ്, ഭീകരവാദികളെയാണ്. പിന്നീട് ഈ ഭീകരവാദികളെ തറയിൽ ഇറക്കി വയ്ക്കാൻ മമതയ്ക്ക് സാധിച്ചതേയില്ല. 2011 മുതൽ 2026 വരെ മമത അവരെ ചുമലിലേറ്റിയാണ് നടന്നത്. അതിനു മുന്നേ ഒന്നും മമത ഈ രീതിയിലുള്ള രാഷ്ട്രീയക്കാരിയായിരുന്നില്ല. BJPയുടെ തന്നെ ഘടകകക്ഷിയായിരുന്നു വാജ്പേയി ഗവൺമെൻറ്റിൻ്റെയൊക്കെ സമയത്ത്. ആ സമയത്ത് റെയിൽവേ മന്ത്രി തന്നെയായിരുന്നു മമതാ ബാനർജി. അത്തരത്തിലുള്ള മമതാ ബാനർജി ഇങ്ങനെ മാറിയതിന് പിന്നിലും വലിയ കരങ്ങൾ, പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളും കഥകളും തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് മമത ഈ ഭീകരവാദികളെ ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയതിന് ശേഷം പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെ തറയിൽ വയ്ക്കാനേ മമതയ്ക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സലീം ഗ്രൂപ്പ് നന്ദിഗ്രാമവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഏകദേശം 10,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട്, CPM-ന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ആ കലാപത്തിൻ്റെ പിന്നിൽ മമതയ്ക്കും പങ്കുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കക്ഷികൾ, അതായത് ഷെയ്ഖ് ഷാജഹാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരെ മമത ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ഓരോ ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അവിടെ ഹിന്ദുക്കളെ അടിച്ചമർത്തുന്നതിന് മമത ഇവരെ ഉപയോഗിച്ചു. ഇവരുടെ ആവശ്യങ്ങൾക്ക് മമതയും പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. ഓരോ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും, അതായത് ഒരു കൾച്ചറൽ മൈഗ്രേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് മമത ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ശ്രീരാമജയം, അതോടൊപ്പം തന്നെ രാമനവമി, ദുർഗാപൂജ തുടങ്ങിയ കാര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നിൽ, അവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന മമതയുടെ നയങ്ങൾക്ക് പിന്നിൽ ഈ ഭീകരവാദ കക്ഷികളായിരുന്നു. ഒരു പക്ഷേ ഇപ്പോഴെങ്കിലും BJP ഇത് കാര്യം ഇടപെട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഷെയ്ഖ് ഷാജഹാനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ മമത ബംഗാളിനെ കൊണ്ടുപോകുന്നത് മറ്റൊരു രീതിയിലായിരിക്കും, മറ്റൊരു ഭരണ സംവിധാനത്തിന്, അതായത് മമതയുടെ ഒരു പ്രത്യേക താളത്തിലായിരിക്കും. അത് ബംഗാളിനെ അടിമുടി നശിപ്പിക്കുമായിരുന്നു. മമത ചെയ്ത ഈ പദ്ധതികളെല്ലാം തന്നെ ഓരോന്നോരോന്നായി ഓരോ ഘട്ടത്തിലും മമതയെ കൊണ്ട് പുറത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. എന്തിനായിരിക്കും മമത ഇങ്ങനെ കെട്ടഴിച്ച് വിടുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരൊറ്റ നിമിഷം കേന്ദ്രം വിചാരിച്ചാൽ തന്നെ മമതയെ പൂട്ടാമായിരുന്നു. പക്ഷേ മമതയെ അത്തരത്തിൽ പൂട്ടിയാൽ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇറങ്ങും. മമതയെ ഇങ്ങനെ ദ്രോഹിച്ചു, അങ്ങനെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങും. എന്താണോ പദ്ധതി ഉദ്ദേശിച്ചിരുന്നത്, മമതയെ എക്സ്പോസ് ചെയ്യേണ്ട പ്ലാൻ പകുതിയിൽ വെച്ച് തകർക്കപ്പെടും. മമത വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം സുനിശ്ചിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മമതയെ പെട്ടെന്ന് കീഴടക്കാതെ, പെട്ടെന്ന് ഈ കാര്യത്തെക്കുറിച്ച് മമതയെ ജയിലാക്കി, അകത്താക്കി, തകർത്ത് തരിപ്പണമാക്കാതെ മമതയെ കൊണ്ട് തന്നെ മമത ചെയ്തതെന്താണ് എന്ന് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ അക്ഷരാർത്ഥത്തിൽ മമതയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയായിരുന്നു പദ്ധതിയുടെ പിന്നിൽ. ആ കാര്യമാണ്, അതിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് ലോകം കണ്ടത് എന്നുള്ളത്. ഇതേ പദ്ധതി തന്നെയായിരുന്നു. അതായത് രാജീവ് ഗാന്ധി കൊലപാതകത്തിന് പിന്നിൽ സുബ്രഹ്മണ്യ സ്വാമിയും നരസിംഹറാവു ഉൾപ്പെടെയുള്ള ആൾക്കാരെ ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് പ്രത്യേക പരാമർശമുണ്ട്, സംശയമുണ്ട്.
സംശയത്തിൻ്റെ ഒരു സംശയം വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതിന് 3 വർഷം മുന്നേയുള്ള ഫയലുകളും രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് 3 വർഷം ശേഷമുള്ള ഫയലുകളും മിസ്സിംഗ് ആണ്. അത് ആരുടെ കരങ്ങളാണ്? കാരണം ആ സമയത്ത് ലോ മിനിസ്റ്റർ സുബ്രഹ്മണ്യം സ്വാമി ആയിരുന്നു. നരസിംഹറാവുവിൻ്റെ ഉറ്റ തോഴനായ ചന്ദ്രസ്വാമിയുടെ അക്കൗണ്ടിൽ നിന്നാണ് 80 കോടി രൂപയോളം LTTയുടെ അക്കൗണ്ടിലേക്ക് പോയത് എന്നത്. ആ ഒരു രീതിയിൽ പല കാര്യങ്ങളും സംശയത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ വ്യാപകമായി ഏറിലുണ്ട്. ഇപ്പോഴും സംശയങ്ങളുണ്ട് പലരെയും. ആ രീതിയിൽ തന്നെയാണ് മമത ചെയ്ത പല ചെയ്തികൾക്ക് പിന്നിലും പല കരങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ ഇനി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. മമത ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റു, അങ്ങനെ തോറ്റതുപോലെ അങ്ങ് ചെന്ന് വിട്ടോളൂ, ഇനി മമത ഇഷ്ടമുള്ളതെല്ലാം ചെയ്തോളൂ എന്നല്ല. മമത ചെയ്ത ഓരോ ചെയ്തികളും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ നടത്തിയ അഴിമതി, ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദികളെ സഹായിച്ചത്, ഷെയ്ഖ് ഷാജഹാനെ സഹായിച്ചത്, അതായത് സന്ദേശ് ഖലിയിൽ എന്ത് കാര്യം ചെയ്തിട്ടും ഷെയ്ഖ് ഷാജഹാനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് മമത തയ്യാറായില്ല. അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മമത ഷെയ്ഖ് ഷാജഹാനെ സംരക്ഷിക്കുവാനും ശ്രമിച്ചിരുന്നു. ആ കാരണങ്ങളൊക്കെയും ഇനി മമതയ്ക്ക് തന്നെ തുറന്നു പറയേണ്ടി വരും, പുറത്ത് തുറന്നു പറയേണ്ടി വരും. കാരണം മമതയ്ക്ക് പ്രത്യുപകാരം ചെയ്യേണ്ടിയിരുന്നു. ഇവർ ചെയ്ത ചെയ്തികൾക്കൊക്കെയും പ്രത്യുപകാരം ചെയ്യേണ്ടിയിരുന്നു. മമതയ്ക്കെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം വരുമ്പോൾ മമത തന്നെ നേരിട്ടിറങ്ങി ഓടിച്ചാടിപ്പടച്ച് അവിടെ എത്തുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഇത് എക്സ്പോസ് ആവാൻ പാടില്ല എന്ന മമതയ്ക്ക് കൃത്യമായി നിർബന്ധമുണ്ടായിരുന്നു. അതാണ് പൊളിച്ചടുക്കിയത്. അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവിടെ, അല്ലെങ്കിൽ BJP NDA സർക്കാർ ഇപ്പോൾ ബംഗാളിൽ വന്നിരിക്കുന്നത്. ഇൻഷാ അള്ളാ, മമത പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇൻഷാ അള്ളാ നിങ്ങൾ TMCക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രതികരണങ്ങളുണ്ടാകും എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മമതയെ കൊണ്ട് പറയിച്ചതാണ്. അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു. മമത എന്താണ് എന്ന് മമതയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് മമത ഭ്രാന്ത് പിടിച്ചതുപോലെ തത്വമൈ ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയിൽ മമത ഇങ്ങനെ പല നാമങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നുണ്ടായിരുന്നു. വന്ദേ മാതരം, ഇൻഷാ അള്ളാ എന്നൊക്കെ പറഞ്ഞു. അതൊരു ഭ്രാന്തൻ തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നു. അതായത് ഈ ഇൻഷാ അള്ളാ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം നടന്ന ഒരു കാര്യമാണിത്. മമതയ്ക്ക് വല്ലാതെ ഭ്രാന്ത് പിടിച്ചിരുന്നു. ഇതേ രീതിയിൽ നമ്മുടെ ഒരു ചാനൽ, നമ്മുടെ നാട്ടിൽ തന്നെ മീഡിയ ഓൺ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മമതയ്ക്ക് വോട്ട് നൽകിയില്ലെങ്കിൽ വെറുതെ ഇരിക്കുമോ എന്ന്. വളരെ കൃത്യമായി അവർക്കറിയാം. കാരണം ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് മമത എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം ഇത്തരം ആൾക്കാരുടെയൊക്കെ പദ്ധതികൾ തന്നെയായിരുന്നു ബംഗാളിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവിടെ കൃത്യമായി മമതയെ പൊളിച്ചടുക്കുകയായിരുന്നു. പിന്നെ CRPF അവിടെ എത്തിയതോടുകൂടി മമതയുടെ ഗുണ്ടകൾക്കും രക്ഷയില്ലാതായി. അങ്ങനെ ഒടുവിൽ മമതയ്ക്ക് എല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ടി വന്നു. അങ്ങനെ തുറന്നു പറഞ്ഞതിൽ നിന്നാണ് മമത എന്ന വൻമരം ഇപ്പോൾ കടപുഴകി വീണിരിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെയും പലർക്കും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിൻ്റെ കോൺഗ്രസിനായാലും ഇടതുപക്ഷത്തിനായാലും ഇത് വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി പൊളിച്ചെടുക്കുവാൻ തന്നെയാണ് NDAയിൽ നിന്ന് 3 പേർ കേരളത്തിൻ്റെ നിയമസഭയിലെത്തിയിരിക്കുന്നത്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെയും ഇത് തന്നെയാണ്. SDPIക്ക് നട്ടെല്ല് വളച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ്. ഹിന്ദുക്കൾക്കെതിരെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ പറഞ്ഞത് വെറുതെയൊന്നുമല്ല. അത് കൃത്യമായി സാംസ്കാരികമായ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു കൺവെർഷന് വേണ്ടി തന്നെയാണ്. വളരെ കൃത്യമായി കൺവെർഷൻ പ്ലാനോടുകൂടി തന്നെയാണ് സ്റ്റാലിനും അവിടെ സമീപിച്ചത്. എല്ലാവർക്കും അധികാരവും പണവും വേണം. ആ അധികാരവും പണവും ഭാരതത്തെ കുരുതി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ പരം വൈഭവന്നേതുമേ തത്സ്വരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വയം സേവകൻ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു ജീവവായു പോലെ ഈ രാഷ്ട്രത്തിൻ്റെ പരം വൈഭവം മനസ്സിൽ കാണുന്ന ഒരു സ്വയം സേവകന് ഇത് മാറ്റിവെക്കുവാൻ പറ്റില്ല, മറച്ചു വയ്ക്കുവാൻ പറ്റില്ല. കാരണം ഈ രാഷ്ട്രത്തിൻ്റെ പരം വൈഭവം അവൻ്റെ ലക്ഷ്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന,
ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.